ഹായ്. കഴിഞ്ഞ ദിവസം നമ്മൾ 1930 ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ഇർവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളെ കുറിച്ചാണ്. അതാരാണ്? അത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1931 32 രണ്ട് വട്ടമേശ സമ്മേളനങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട്, ലണ്ടനിൽ നടക്കുന്നുണ്ട്, ആകെ 3. അപ്പോൾ ഈ രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളാണ് വെല്ലിംഗ്ടൺ പ്രഭു. ഇനി മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കഴിയുമ്പോൾ ഈ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, റാംസെ മക്ഡൊണാൾഡ്, അദ്ദേഹം ഒരു അവാർഡ് പ്രഖ്യാപിച്ചു, കമ്മ്യൂണൽ അവാർഡ്. അപ്പോൾ റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നയാള് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അപ്പൊ എന്താണ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്നല്ലേ? ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം കമ്മ്യൂണൽ അവാർഡ്. അപ്പൊ ഇത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നിയിട്ട് ഗാന്ധി എന്ത് ചെയ്യുന്നു? ഇതിനെതിരായിട്ട് നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നു പൂനെയിലെ റവാദ ജയിലിൽ. അപ്പോൾ അംബേദ്കർ അവസാനം അവിടെ ചെന്നിട്ട് ഗാന്ധിയെ കണ്ട് ഗാന്ധി അംബേദ്കറുമായിട്ട് ഒരു ചർച്ചയിലൊക്കെ ഏർപ്പെടുകയും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചാണ് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധി ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹം പിൻവലിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്ന ആര് തന്നെയാണ്? വെല്ലിംഗ്ടൺ ആണ്. കാരണം അദ്ദേഹം 1931 മുതൽ 1936 വരെയാണ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയാവുന്നത് 1933 ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ധവളപത്രം പുറത്തിറക്കിയ വൈസ്രോയി. 1933 ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ധവളപത്രം പുറത്തിറക്കിയ വൈസ്രോയി ആയിരുന്ന ചിലതാരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. പിന്നെ അതുപോലെ 1935 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത്. അപ്പോൾ 1935 ഏപ്രിൽ 1 ഇന്ത്യയിൽ ഒരു റിസർവ് ബാങ്ക് സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. പിന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഭരണഘടനയുടെയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെയൊക്കെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അത് കൊണ്ടുവന്ന വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ആരെ കുറിച്ച് പറയുന്നത്? വെല്ലിംഗ്ടൺ പ്രഭുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്? വെല്ലിംഗ്ടനെ കുറിച്ച്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ധവളപത്രം പുറത്തിറക്കിയ വൈസ്രോയി എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ആണ്.